എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ശിവനും ഗംഗാധരനോട് സംസാരിക്കുമായിരുന്നല്ലോ. ഗംഗാധരൻ പറയുന്നുണ്ട്, ഇന്ന് തന്നെ എങ്ങനെയെങ്കിലും വൈജയന്തിയെ അങ്ങോട്ട് പറഞ്ഞു വിടണം, നമ്മൾ അവളുമായിട്ട് സംസാരിക്കണം. നമ്മൾ സംസാരിക്കാത്തതിൻ്റെ പേരിൽ ഇനി അവൾ പോകാൻ വൈകണ്ട എന്ന് പറയുമ്പോൾ അത് നേരാ. പക്ഷേ ഇപ്പം അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. അവളുടെ അടുത്തേക്ക് കമല പോയിട്ടുണ്ട്, അലിനെ പോയത്. അവർ നന്നായിട്ട് ആഘോഷിക്കട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് സംസാരിക്കാമെന്ന് പറയുമ്പം ഗംഗാധരൻ പറയുന്നുണ്ട്, ഓ ആ കാര്യം ഞാൻ മറന്നുപോയി എന്ന്. ഏതായാലും കുറേ കഴിഞ്ഞ് ഹാളിലേക്ക് വൈജയന്തി വന്നു കഴിയുമ്പോൾ വൈജയന്തിയോട് സംസാരിക്കുന്നുണ്ട് ഗംഗാധരൻ ചോദിക്കും, അലീന ആ വീട്ടിൽ നിന്ന് പോകണം എന്നായിരുന്നല്ലോ നിൻ്റെ ആവശ്യം. അവൾ ഏതായാലും പോയിട്ടുണ്ട്, നിനക്കിനി തിരിച്ച് കടപ്പാട്ടൂരിലേക്ക് പോകാൻ മേലെ എന്ന് ചോദിക്കുമ്പം അങ്ങനെ പോയി എന്ന് വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല. അവളല്ലേ സാധനം. പോയി എന്ന് പറഞ്ഞ് പുറത്തോട്ട് പോയിട്ട് കുറേ നേരം കഴിയുമ്പം തിരിച്ചു വന്നാൽ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പം, എടി അങ്ങനെയല്ല, അവളിവിടെ വന്ന് നിന്നോടും അതുപോലെ ഞങ്ങളോടും ഒക്കെ യാത്ര ചോദിച്ചിട്ടല്ലേ പോയത്. അവൾ പോയി, അതുള്ള കാര്യമാണ് എന്ന് ശിവൻ പറയുമ്പം വീണ്ടും വൈജയന്തി പറയുന്നുണ്ട്, എനിക്ക് അവളെ അത്ര വിശ്വാസം പോരാ. അവൾ ആ വീട്ടിൽ സുഖിച്ച് കഴിയുമല്ലായിരുന്നോ, അതുകൊണ്ട് തന്നെ സുഖം പറ്റിപ്പോയ അവൾ അവിടം വിട്ടു പോകും എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ, അവൾ എന്നെ കാണിച്ച് സുഖിച്ചു എന്നാണ് നീ പറയുന്നത്. ആ വീട്ടിലുള്ള കാര്യങ്ങളെല്ലാം നോക്കി നിൻ്റെ പിള്ളേരെ നോക്കി ആ വീട്ടിൽ കഴിഞ്ഞതാണോ സുഖം, അതാണോ നീ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുമ്പം, അയ്യോ പിള്ളേരെ നോക്കണം, കുഞ്ഞു പിള്ളേരാണല്ലോ, അപ്പിടും മൂത്രം ഒഴിക്കും, അവരെ കുളിപ്പിക്കണം, അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ, ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറയുമ്പം നിന്നോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഏതായാലും നീ ഇനി കടപ്പാട്ടൂരിലേക്ക് പോകുമല്ലേ, അതല്ലേ നല്ലത് എന്ന് ചോദിക്കുമ്പം വീണ്ടും വൈജയന്തി പറയുന്നുണ്ട്, എനിക്ക് അത്ര വിശ്വാസം വന്നിട്ടില്ല. അവളെയും കൊണ്ട് ബാലേന്ദ്രനാണല്ലോ പോയേക്കുന്നത്, അതിൻ്റെ ആവശ്യം എന്തായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായില്ല. വീട്ടുവേലക്കാരി വീട്ടിലെ ജോലി ഉപേക്ഷിച്ച് പോകുമ്പം അവളെ കാറി കയറ്റി അവളെ ജോലി ചെയ്യുന്ന അടുത്ത വീട്ടിൽ കൊണ്ടുവിടാൻ പോയേക്കുന്നു. അത് അത്ര സുഖമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പം രണ്ടും കൂടി ഈ വീട്ടിൽ നിന്ന് പോകുവാണ് എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയിട്ട് ഏതെങ്കിലും ഹോട്ടലിലോ റിസോർട്ടിലോ 2-3 ദിവസം താമസിച്ചിട്ട് തിരിച്ചു വന്നാൽ എന്ത് ചെയ്യും? ഞാൻ ആ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴാണ് ഇത് സംഭവിക്കുന്നെങ്കിലോ. അതുകൊണ്ട് 2 ദിവസം കഴിഞ്ഞേ ഞാൻ പോകുന്നുള്ളൂ. ഏതായാലും ഇത്രയായില്ലേ, 2 ദിവസം കഴിഞ്ഞ് പോകാം എന്ന് വൈജയന്തി പറയുമ്പം ശിവൻ പറയുന്നുണ്ട്, എടി ബാലേന്ദ്രൻ ആ വീട്ടിലില്ലാത്ത സമയത്ത് നീ ആ വീട്ടിൽ ചെന്ന് കയറുന്നതാണ് നല്ലത്. ഇനി ബാലേന്ദ്രൻ തിരിച്ചു വന്നതിന് ശേഷമാണ് നീ പോകുന്നത് എങ്കിൽ അയാൾ ആ വീട്ടിൽ കയറണ്ട എന്ന് പറഞ്ഞാൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുവാണ്. അന്നേരം ഇങ്ങനെ സംശയിച്ച് നിൽക്കുവാണ് വൈജയന്തി. അന്നേരം ശിവൻ പറയുന്നുണ്ട്, നിൻ്റെ മക്കൾ ആ വീട്ടിലില്ലേ, അവരെ വിളിച്ച് ചോദിക്കത്തില്ലേ കാര്യങ്ങൾ, എല്ലാ സാധനങ്ങളൊക്കെ എടുത്താണോ അലീന ആ വീട്ടിൽ നിന്ന് പോയത്, എവിടേക്കാണ് പോയത് എന്നൊക്കെ ചോദിച്ചാൽ നിനക്ക് കാര്യം മനസ്സിലാകില്ലേ. ആ രീതിയിൽ കാര്യങ്ങൾ ബുദ്ധിപരമായിട്ട് ചെയ്യുന്നതാണ് വൈജയന്തി നല്ലത് എന്ന് ശിവൻ പറയുമ്പം ഗംഗാധരനും അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതാണ് നല്ലത് എന്ന് പറഞ്ഞ്. അന്നേരം കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്, ഇനി പോണോ വേണ്ടയോ എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന വൈജയന്തിയെ കാണിക്കുന്നു. ഈ സമയം കടപ്പാട്ടൂർ ആകെ സങ്കടത്തിലാണ്. ബബിത ഇങ്ങനെ ആകെ വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുമ്പം കൃഷ്ണമോള് റൂമിലോട്ട് വരുന്നുണ്ട്. അന്നേരം ബബിത ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിട്ട് കൃഷ്ണമോള് റൂമിൽ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോവും. ഈ സമയമൊക്കെ ആകെ ടെൻഷനിൽ ഇനി കടപ്പാട്ടൂരിലേക്ക് പോകണോ വേണ്ടയോ എന്ന് ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന വൈജയന്തി കാണിക്കുന്നുണ്ട്. കുറേ നേരത്തെ ആലോചനയ്ക്ക് ശേഷം വൈജയന്തി ബബിതയെ വിളിക്കുക. ബബിതയ്ക്ക് അമ്മയുടെ ഫോൺ കോളാണ് എന്ന് കാണുന്നത് ദേഷ്യമാണ്, എടുക്കുന്നില്ല കേട്ടോ. അന്നേരം വൈജയന്തി പിന്നെയും വിളിക്കും. വേറെ നിവൃത്തിയില്ലാതെ ബബിത ഫോൺ എടുത്ത് ആ അമ്മ എന്ന് വിളിക്കുന്നത്, നിനക്ക് എന്താടി ഞാൻ ഫോൺ വിളിച്ചാൽ എടുത്താൽ, നിൻ്റെ കൈക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അതവിടെ ഒടിഞ്ഞു കിടക്കുവാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നും ഇടുന്നില്ല ബബിത. അമ്മയ്ക്കിപ്പോൾ എന്താ വേണ്ടത്, അമ്മ എന്തിനാണ് വിളിച്ചത് എന്ന് ചോദിക്കും. അന്നേരം നിനക്ക് എന്താടി ഒരു സുഖക്കുറവ്, എന്താ ഒരു ബുദ്ധിമുട്ട് എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ട്, അമ്മയ്ക്കിപ്പോൾ എന്താ ആവശ്യം എന്ന് ചോദിക്കുമ്പോൾ, ഓ നീ ഭയങ്കര വിഷമത്തിലാണല്ലോ, മൗനവ്രതത്തിലാണല്ലോ, നിൻ്റെ ചേച്ചി അവിടുന്ന് പോയില്ലേ, അതിൻ്റെ വിഷമമായിരിക്കൂലേ എന്ന് ചോദിക്കുമ്പം, അതെ ആ വിഷമമാണ് അമ്മ, അതറിയാനാണോ വിളിച്ചത് എന്ന് ചോദിക്കും. അന്നേരം നീ ഒരു കാര്യം ഓർത്ത് വെച്ചോ, അവൾ എവിടെ പോയാലും ഗുണം പിടിക്കാൻ പോകുന്നില്ല, കുറച്ചെങ്ങും അല്ല അവൾ എൻ്റെ കണ്ണീര് വീഴ്ത്തിയത്, അവൾ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ, ഈ ദുഷിപ്പ് പറയാനാണോ അമ്മ എന്നെ വിളിച്ചത്, അമ്മയുടെ ഈ ദുഷിപ്പ് കേൾക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ ഫോൺ എടുക്കാതിരുന്നത്, ഇതേ പറയാനുള്ളോ, എങ്കിൽ ഞാൻ ഫോൺ വെച്ചേക്കട്ടെ എന്ന് ചോദിക്കും. അന്നേരം എങ്ങോട്ടാടി നിൻ്റെ ചേച്ചി പോയത് എന്ന് ചോദിക്കുമ്പം, കൊളുത്തുപുഴ എന്നൊരു സ്ഥലം പറഞ്ഞു, വേറെ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് അറിയത്തില്ല എന്ന് പറയുമ്പം, അതെങ്ങനെയാണ് ഇവിടുന്ന് കെട്ടിപ്പറക്കി പോയിട്ട് 2 ദിവസം കഴിയുമ്പോൾ ഇങ്ങോട്ട് തന്നെ വലിഞ്ഞേറി വരുമോ അവൾ എന്ന് ചോദിക്കുമ്പം, ഏതായാലും അലിനി ചേച്ചി ഇനി ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല, അമ്മയുടെ ആവശ്യം അലിനി ചേച്ചി ഇവിടുന്ന് പോകണമെന്നായിരുന്നല്ലോ, അത് സാധിച്ചു കിട്ടിയില്ലേ, ഇനിയിപ്പോൾ അമ്മയ്ക്ക് എന്താ പ്രശ്നം, അമ്മയുടെ ബുദ്ധിമുട്ടെല്ലാം മാറിയില്ലേ എന്ന് ചോദിക്കുമ്പം വൈജയന്തി പറയുന്നുണ്ട്,
എന്താടി എന്നോട് സംസാരിക്കുമ്പോൾ നിനക്ക് ഇത്തിരി ബുദ്ധിമുട്ട്, ഏതായാലും അവൾ ആ വീട്ടിൽ നിന്നതിൻ്റെ കോണം നന്നായിട്ട് കാണാനുണ്ട് നിൻ്റെയൊക്കെ സ്വഭാവത്തിൽ എന്ന് പറയുമ്പം ബബിത പറയുന്നുണ്ട്, അലീന ചേച്ചി ഞങ്ങളെ നല്ലത് മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ, തെറ്റ് കണ്ടാൽ അത് തെറ്റാണ് എന്ന് പറയണം, അതിനെതിരെ പ്രതികരിക്കണം എന്ന് തന്നെയാണ് ചേച്ചി ഞങ്ങളെ പഠിപ്പിച്ചത്, അല്ലാതെ തെറ്റിൻ്റെ കൂടെ നിൽക്കണം എന്നല്ല എന്ന് പറയുമ്പം വൈജയന്തി ചോദിക്കും, നിൻ്റെ അമ്മ മാത്രമാണോ തെറ്റ് ചെയ്യുന്നത്, അമ്മയെ മാത്രം എതിർക്കണം എന്നാണോ അവൾ പഠിപ്പിച്ചിട്ട് പോയത്, ബാക്കിയുള്ളവരൊന്നും ചെയ്യുന്നത് തെറ്റല്ലേടി എന്ന് ചോദിക്കുമ്പം ഞാൻ വേറെ ഒരു തെറ്റും ഇവിടെ കണ്ടില്ല, അമ്മയ്ക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ, ഞാൻ എൻ്റെ റൂമിൽ ആരെയും ശല്യം ചെയ്യാതെ ഇരിക്കുമായിരുന്നു, പിന്നെ എന്തിനാ അമ്മ എന്നെ ഇങ്ങോട്ട് വിളിച്ചത്, അമ്മയുടെ ആവശ്യം എന്താണ് എന്ന് ചോദിക്കും. അന്നേരം വൈജയന്തി പിന്നെയും ചോദിക്കുവാണ്, അവളുടെ സാധനങ്ങളെല്ലാം കെട്ടിപ്പറിക്കൊണ്ടാണോ പോയത്, അതോ എന്തെങ്കിലും അവിടെ വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം ചേച്ചിയുടെ സാധനങ്ങളെല്ലാം കൊണ്ടുപോയി എന്ന് പറയും. അന്നേരം വൈജയന്തി പറയുവാണ്, ഞാൻ ഇപ്പം തന്നെ അങ്ങോട്ട് വരുമ്പം എന്തെങ്കിലും സാധനം അവളുടെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാം കൂടി എടുത്തിട്ട് കത്തിക്കുമെന്ന് പറയുവാണ്. അന്നേരം ബബിത പറയും, അമ്മ അങ്ങ് കത്തിക്കുക, തീർന്നില്ലേ പ്രശ്നം എന്ന് ചോദിക്കും. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, അവൾ അവിടെ അങ്ങ് സുഖിച്ച് കഴിയുമല്ലായിരുന്നോ, അതുകൊണ്ട് അവൾക്ക് ഇവിടുന്ന് പോയത് ഇഷ്ടപ്പെട്ട് കാണുകയില്ല, മിക്കവാറും ഇളിച്ചുകൊണ്ട് തിരിച്ച് കയറി വരുമായിരിക്കും, അന്നേരം ഞാൻ കാണിച്ചു കൊടുക്കാം എൻ്റെ സ്വഭാവം എന്നൊക്കെ പറയുമ്പം ബബിത പറയുന്നുണ്ട്, പിന്നെ ഭയങ്കര സുഖമായിരുന്നല്ലോ അമ്മ ഈ വീട്ടിലുണ്ടായിരുന്ന സമയം അത്രയും, അതിന് സമാധാനം എന്ന് പറയുന്ന സാധനം അമ്മ കൊടുത്തിട്ടില്ല, അമ്മ ഇവിടുന്ന് ഇറങ്ങിയിട്ടും അതിന് സമാധാനം കൊടുത്തിട്ടുണ്ടോ, ഇല്ലല്ലോ, പിന്നെ അമ്മ ഇനി എന്നാ കാണിക്കുമെന്നാണ് പറയുന്നത് എന്ന് ചോദിക്കുവാണ്. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, നീ ഒന്നും കൂടുതൽ നിഗളിക്കണ്ട, അവൾ ഇവിടുന്ന് പോയല്ലോ, ആ വീട്ടിൽ ചെല്ലട്ടെ, അന്നേരം അവൾക്ക് മനസ്സിലാകും എന്തായിരുന്നു ഇവിടുത്തെ സുഖമെന്ന് മനസ്സിലാകും എന്ന് പറയുമ്പം ബബിത പറയുന്നുണ്ട്, എവിടെ പോയാലും ഈ വീട്ടിൽ അത്രയും ബുദ്ധിമുട്ടൊന്നും അലീന ചേച്ചിക്ക് വരാനില്ല, വേറെ ഏത് നരകത്തിൽ കൊണ്ടുവിട്ടാലും ഇതിനേക്കാൾ സമാധാനമായിരിക്കും എന്ന് പറയുവാണ്. അതൊക്കെ കേൾക്കുമ്പോൾ വൈജയന്തിക്ക് ഭയങ്കര ദേഷ്യമാണ്. എന്നിട്ട് ഇങ്ങനെ വിറഞ്ഞു നിൽക്കുക വൈജയന്തി ഇതെല്ലാം കേട്ട്. അപ്പം ബബിത പറയും, ഇനി അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ, ഇല്ലല്ലോ, അതുകൊണ്ട് അമ്മ ഇന്ന് തന്നെ വരുന്നുണ്ടെങ്കിൽ അമ്മയുടെ റൂം ഞാൻ വൃത്തിയാക്കി ഇട്ടേക്കാം, വേറെ എന്തെങ്കിലും ചെയ്യണമെന്ന് ചോദിക്കും. അന്നേരം അവിടുന്ന് വലിയ സംസാരമൊന്നുമില്ല. അന്നേരം എങ്കിൽ ഞാൻ ഫോൺ വയ്ക്കുക എന്ന് പറയുമ്പോൾ എന്നാൽ ഫോൺ വെക്കുന്നീയ എന്നിങ്ങനെ പറയുന്നു ദേഷ്യപ്പെട്ട് വൈജയന്തി. അന്നേരം ഓക്കെ അമ്മേ എന്ന് പറഞ്ഞിട്ട് ഫോൺ അങ്ങ് കട്ടിലേക്ക് ഇടുവാണ് ബബിതയ്ക്ക് ദേഷ്യം വന്ന് നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് വൈജയന്തി ബാഗെല്ലാം പാക്ക് ചെയ്ത് വെക്കുന്നതാണ്. അന്നേരം അങ്ങോട്ടേക്ക് കമല വരും. എന്നിട്ട് ഇതെന്താ വൈജയന്തി, നീ ഇന്ന് തന്നെ പോകുവാണോ, അയ്യോ ഇന്ന് തന്നെ പോകണ്ടായിരുന്നു, നാളെ സമാധാനത്തോടെ പയ്യെ പോയാൽ പോരായിരുന്നോ എന്ന് ചോദിക്കുമ്പം വൈജയന്തി പറയുന്നുണ്ട്, ഞാൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു കമലയെടുത്തിയുടെ രീതികൾ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, ഞാൻ ഇങ്ങോട്ട് വന്നത് കമലയെടുത്തിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, എങ്ങനെയെങ്കിലും പോകണം എന്നായിരുന്നു മനസ്സിലെ ആഗ്രഹം, എന്നിട്ട് എന്തിനാ കമലയെടുത്തി ഇപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നിങ്ങനെ കളിയാക്കി ചോദിക്കുക. അന്നേരം കമല പറയുന്നുണ്ട്, അതെ നീ ഇങ്ങോട്ട് വന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ്, നിൻ്റെ കയ്യിലിരിക്കേണ്ട നെടുമ്പൊരിക്കൽ വീട് വേറൊരുത്തിക്ക് കൊടുത്തിട്ട് നീ ഇങ്ങോട്ട് വരുമ്പം ഞാൻ എങ്ങനെയാണ് നിന്നെ സ്വീകരിക്കേണ്ടത്, അങ്ങനെ വിട്ടുകളയാനുള്ളതാണോ നിൻ്റെ കുടുംബം, അതുകൊണ്ടാണ് ഞാൻ അതിനെ എതിർത്തത് എന്ന് പറയുമ്പോൾ അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ എനിക്ക് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ആരൊക്കെ എൻ്റെ കൂടെ നിന്നുവെന്നും ആരൊക്കെ എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തുവെന്നും എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയുന്നു. അന്നേരം കമല പറയുന്നുണ്ട്, അതെന്തെങ്കിലും ആവട്ടെ, പിന്നെ നീ ആ വീട്ടിലോട്ട് തിരിച്ച് ചെന്ന് കഴിഞ്ഞാൽ ആ വീടിൻ്റെ അധികാരം പിന്നെ നിൻ്റെ കയ്യിലായിരിക്കണം, അവൾ ഇനി തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ നീ ആ വീട്ടിലോട്ട് കയറ്റിയേക്കരുത്, ഇതുപോലൊരു ഇത്തിക്കണ്ണിയെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നൊക്കെ കമല പറയുമ്പം വൈജയന്തി പറയുന്നുണ്ട്, ഇല്ല ഇനി അവളെ ആ വീടിൻ്റെ പരിസരത്ത് ഞാൻ അടുപ്പിക്കുകയില്ല, അവളെ നിഴൽവട്ടം പോലും ആ വീട്ടിൽ ഇനി അടിക്കാതിരിക്കാൻ ഞാൻ നോക്കിക്കോളാം, അതിനെന്താ വേണ്ടതെന്ന് എനിക്കറിയാം എന്ന് പറയുമ്പം കമല പറയുന്നുണ്ട്, അതങ്ങനെ തന്നെ വേണം, അവൾ ഇനി തിരിച്ചു കയറാൻ നീ അനുവദിച്ചേക്കരുത്, ഏതായാലും നിൻ്റെ കഴിവ് ഞാൻ സമ്മതിച്ചു തന്നേക്കുന്നു, നീ ഇതുപോലെ ഇത്രയും സ്ട്രോങ് ആയിട്ട് നിന്നതുകൊണ്ടാണ് നിൻ്റെ മുമ്പിൽ അവൾ തോറ്റു തുന്നം പാടിയത്, അതുപോലെ തന്നെ നിന്നോണം കേട്ടോ, ഒരു ഇഞ്ച് വിട്ടു കൊടുത്തേക്കരുത്, നമ്മളങ്ങ് താന്നു കൊടുക്കും എന്നറിയുന്നിടത്ത് വീട്ടിലുള്ളവരുടെ നെകളം തുടങ്ങും, അതുകൊണ്ട് നീ ഇതുപോലെ തന്നെ നിന്നോണം, എല്ലാത്തിനെയും നീയാണ് ഇനി ഭരിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പം വൈജയന്തി പറയുന്നുണ്ട്, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം, അതുപോലെ തന്നെ ഞാൻ ചെയ്തോളാം എന്നൊക്കെ. അന്നേരം കമല പറയുന്നുണ്ട്, അത് തന്നെ ഞാൻ പറഞ്ഞത്, നീ നല്ല സ്ട്രോങ് ആയിട്ട് നിന്നോണം, എന്താവശ്യത്തിന് ഞാൻ നിൻ്റെ കൂടെ കാണും എന്ന് പറയുമ്പോൾ വൈജയന്തി പിന്നെയും പറയുന്നുണ്ട്, അത് എനിക്ക് ചില പ്രശ്നങ്ങളുണ്ടായപ്പോൾ ഞാൻ അറിഞ്ഞതാണല്ലോ, ആരൊക്കെ എൻ്റെ കൂടെ നിൽക്കും ആരൊക്കെ കൂടെ നിൽക്കില്ല എന്ന്, അതെനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയും. അതൊക്കെ ഇങ്ങനെ കൊള്ളിച്ച് പറയുന്നതാണ്, കമലയ്ക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിലും കമല അത് അറിയുന്നില്ല എന്നുള്ള രീതിയിൽ അങ്ങ് നിൽക്കുവാണ്.
എന്നിട്ട് പറയുന്നുണ്ട്, നീ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചോണം, നിൻ്റെ ഭർത്താവോ മക്കളോ അത്ര സ്നേഹത്തോടെയല്ല അവളെ ഇറക്കി വിട്ടേക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾ ഇനിയും ചിലപ്പോൾ ചിരിച്ചുകൊണ്ട് വരും, അത് നീ ശ്രദ്ധിച്ചേക്കണം എന്ന് പറയുമ്പം വൈജയന്തി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ കമലയെടുത്ത്, ഇനി അവൾ ആ വീട്ടിൽ കയറിയല്ല, അതിനുള്ളത് ഞാൻ ചെയ്തോളാം. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കുമ്പോൾ വേറെ ചിലർ അവളെ കെട്ടിക്കൊണ്ട് വീട്ടിലോട്ട് വരാതിരുന്നാൽ മതി, അത് പലരും അങ്ങ് ശ്രദ്ധിച്ചാൽ മതി എന്ന് പറയുമ്പോൾ, അതെന്താ വൈജയന്തി അങ്ങനെ പറഞ്ഞത്, നീ അത് എന്നെ കുളിച്ച് പറഞ്ഞതാണോ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ പറഞ്ഞത് ഏട്ടത്തിക്ക് മനസ്സിലായില്ലേ, മനുവിൻ്റെ കാര്യമാണ് പറഞ്ഞത്, അത് സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചോ എന്ന് പറയുമ്പം കമല പറയുന്നുണ്ട്, അത് സംഭവിക്കാനൊന്നും പോകുന്നില്ല, ഞാൻ ജീവനോടുള്ളപ്പം അത് നടക്കുകയില്ല എന്ന് ഞാൻ മനുവിനോടും ഇവിടുത്തെ എൻ്റെ ഭർത്താവിനോടും പറഞ്ഞിട്ടുണ്ട്, അത് അവർക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുമുണ്ട് എന്ന് പറയുമ്പം വൈജയന്തി പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു എൻ്റെയും വിചാരം, എന്നിട്ട് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് ഏട്ടത്തിക്കറിയാലോ, അതുകൊണ്ടൊന്ന് സൂക്ഷിച്ചോ എന്ന് പറയുന്നു. നേരത്തേക്കും കമല, അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം, ഏതായാലും നീ പോകാൻ ഇറങ്ങിയതല്ലേ, ഇനിയിപ്പം താമസിക്കണ്ട, ഇന്ന് തന്നെ പോയിക്കോ എന്ന് പറയുമ്പം, ഇന്ന് തന്നെ ഞാൻ പോകുന്നതാണ് പലർക്കും നല്ലത് എന്ന് പറഞ്ഞ് പിന്നെ ഇങ്ങനെ കളയാക്കി സംസാരിക്കുമോ വൈജയന്തി. അന്നേരം കമല അങ്ങ് ഇറങ്ങി പോവേ, കമലയ്ക്ക് അത്രയ്ക്ക് സൂചിച്ചിട്ടില്ല വൈജയന്തിയുടെ സംസാര രീതി. അന്നേരം കമല പോകാൻ തുടങ്ങുമ്പം വൈജയന്തി പിന്നെയും പറയുക, അത് ഏട്ടത്തി ഒന്ന് നിൽക്കണേ, ഏതായാലും ഞാൻ പോകാൻ തുടങ്ങുമല്ലേ, എനിക്കൊരു ഗ്ലാസ് ചായ ഇട്ട് തരാൻ പറ്റുമോ എന്ന് ചോദിക്കുക. ഒരു ചിരിയോടെയാണ് ചോദിക്കുന്നത് അതൊക്കെ. അന്നേരം ചായയോ ഗ്യാസ് ഉണ്ടോ എന്ന് അറിയത്തില്ല, ഞാൻ ഇട്ട് തരാമെന്ന് പറയുമ്പോൾ, ഗ്യാസ് തീർന്നോ, ഇനിയിപ്പോൾ ഗ്യാസ് ഉണ്ടെങ്കിൽ മതി ഇട്ടോ എന്ന് പറയുമ്പോൾ, അല്ലടി ഗ്യാസ് തീരാറായായിരുന്നു, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, ഉണ്ടെങ്കിൽ ഞാൻ ഇട്ട് തരാം എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകുന്നു. ഒരു പണിയും കൂടെ കൊടുത്ത് സന്തോഷത്തിൽ തിരിച്ചു വന്ന് പിന്നെയും പാക്ക് ചെയ്യുവാണ് വൈജയന്തി. ഇതെല്ലാം കഴിഞ്ഞ് പാക്ക് ചെയ്തെല്ലാം വെച്ചതിന് ശേഷം വൈജയന്തി മുത്തശ്ശിയുടെ അടുത്ത് വരുന്നു. അന്നേരം മുത്തശ്ശി എഴുന്നേറ്റ് നടക്കാത്തതിൻ്റെ പേരിൽ വഴക്ക് പറയുന്നുണ്ട്. അന്നേരം മുത്തശ്ശി പറയും, എഴുന്നേറ്റ് നടന്നിട്ട് എന്തിനാ, ആൾക്കാരോട് സംസാരിക്കാനാണെങ്കിൽ ശരിയാ, അതില്ലാത്തടത്ത് ഞാൻ നടക്കാതിരിക്കുന്നതല്ലേ നല്ലതെന്നൊക്കെ പറയും. അത് കഴിഞ്ഞ് വൈജയന്തി പോവുകയാണ് എന്നറിയുമ്പോൾ, അതേതായാലും നന്നായി, ഇനിയെങ്കിലും ചെന്നിട്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് ജീവിക്കാൻ നോക്ക് എന്നൊക്കെ പറയുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, അവൾ ആ നശിച്ചവൾ ആ വീട്ടിൽ നിന്ന് പോകാൻ വേണ്ടിയാണല്ലോ ഞാൻ ഇത്രയും നാളും ഇവിടെ നിന്നത്, ഏതായാലും അതങ്ങ് പോയി കിട്ടിയിട്ടുണ്ട്, അമ്മയ്ക്കും അതിൽ നല്ല വിഷമം കാണും എന്നൊക്കെ എനിക്കറിയാം എന്ന് പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട്, നിൻ്റെ ഈ കുരുട്ട് ബുദ്ധി ഇനിയും നീ പുറത്തെടുക്കണ്ട, നിനക്ക് മാത്രമേ അവൾ പ്രശ്നക്കാരിയായിട്ട് തോന്നിയിട്ടുള്ളൂ, നിൻ്റെ മക്കൾക്കോ ഭർത്താവിനോ ഇവിടെയുള്ള നിൻ്റെ ആങ്ങളമാർക്കോ അങ്ങനെ ഒരു ചിന്തയില്ല എന്ന് പറയുമ്പം വൈജയന്തി പറയുന്നുണ്ട്, അതെ അവൾക്ക് വശീകരിച്ചെടുക്കാൻ നല്ല കഴിവുണ്ട്, എന്നെ മാത്രം അവൾക്ക് കിട്ടിയില്ല, എന്നെയും കമലെടുത്തേയും, ബാക്കി എല്ലാവരുടെയും അടുത്തും അവളുടെ അഭ്യാസം നടന്നു എന്ന് പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട്, വിഷത്തിൻ്റെ ഉള്ളിലേക്ക് എന്തോരം പാലൊഴിച്ചാലും അത് വിഷം തന്നെയായിരിക്കും, അതിന് മാറ്റമൊന്നും സംഭവിക്കില്ല എന്ന്. അന്നേരം വൈജയന്തി ചോദിക്കും, അമ്മ ഇത് ആരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്, എന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ, വിഷം ആരാണോ അവരെ ഉദ്ദേശിച്ചാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയും. അന്നേരം വൈജയന്തിക്ക് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ലേ, എങ്കിലും വൈജയന്തി പറയുവാണ്, എന്തൊക്കെയാണെങ്കിലും അവൾ പോകുന്ന പോക്കിൽ എനിക്കിട്ടൊരു പാര വെച്ചിട്ടാണ് പോയത് എന്ന്. അന്നേരം എന്നതാടി എന്ന് ചോദിക്കുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഞാൻ 23 വർഷം മുമ്പ് ഒരുത്തൻ്റെ കൂടെ ജീവിച്ചില്ലേ, അത് അവൾക്ക് അറിയാമെന്നും അതുകൊണ്ട് അത് മറക്കരുതെന്നും പറഞ്ഞിട്ടാണ് അവൾ പോയത്, അവളത് എങ്ങനെ അറിഞ്ഞു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്, 23 വർഷം മുമ്പല്ലേ, അന്ന് അവൾ ജനിച്ചിട്ട് പോലുമില്ല, ഏതായാലും അവളെ സൂപ്പിക്കാൻ വേണ്ടി ഈ കഥകളൊന്നും എൻ്റെ ആങ്ങളമാർ അവളോട് പറയല, പിന്നെ അമ്മ പറഞ്ഞോ എന്ന് ചോദിക്കും. അന്നേരം മുത്തശ്ശി, പിന്നെ ഞാൻ അവളോട് പറയുമല്ലേ, നീ പറയുന്നേ എന്ന് ചോദിക്കും. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, അവളത് എന്നോട് പറഞ്ഞിട്ട് പോയതുകൊണ്ട് എനിക്ക് ചെറിയ പേടിയുണ്ട്, ബാലേന്ദ്രനോട് ഏതായാലും അവളത് പറഞ്ഞിട്ട് കാണിയല്ല അല്ലേ എന്നിങ്ങനെ പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട്, അവൾക്ക് വേണമെങ്കിൽ ആ കാര്യം പറഞ്ഞ് നിന്നെ മുൾമുനയെ നിർത്തായിരുന്നു, ചൂണ്ടുവിരലിൽ നിർത്തി അവൾക്ക് പലതും നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കായിരുന്നു, അതൊന്നും അവൾ ചെയ്തില്ലല്ലോ, മാന്യമായിട്ട് പിരിഞ്ഞു പോവുകയാണ് ചെയ്തത്, അതുകൊണ്ട് ഇനിയെങ്കിലും നീ നിൻ്റെ കാര്യം നോക്കി മര്യാദയ്ക്ക് ആ കുടുംബം നോക്കി മുന്നോട്ട് ജീവിക്കാൻ നോക്ക് എന്നിങ്ങനെ പറയുവാണ്. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, എന്നതാണെന്ന് പറഞ്ഞാലും അത് എൻ്റെ മനസ്സിലൊരു ടെൻഷനായിട്ട് ഇങ്ങ് കിടക്കുവാണ്, അവളങ്ങ് ചത്തുപോയാൽ മതിയായിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ മുത്തശ്ശിൻ്റെ നാക്കെടുത്ത് വളയ്ക്കാതെ നശിച്ചവളെ എന്ന് പറയുമ്പം, അമ്മ എന്തിനാ എന്നെ പ്രാകുന്നത് എന്ന് ചോദിക്കും. അന്നേരം പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്, നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്, എൻ്റെ ജീവിതം തകർത്ത നാരായവേരാ അവൾ എന്നിങ്ങനെ പറഞ്ഞ് ദേഷ്യത്തോട് തുള്ളുവാ വൈജയന്തി. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, നിൻ്റെ ജീവിതം തകർത്തത് അവളല്ല, നിൻ്റെ ജീവിതം തകർത്തത് നിൻ്റെ മനസ്സ് തന്നെയാണ് എന്ന് പറയുന്നു. അങ്ങനെ ഭയങ്കര ദേഷ്യത്തോടെ ഇരിക്കുന്ന മുത്തശ്ശിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ തീരുന്നത്. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. ആ പ്രൊമോയിൽ ബാലേന്ദ്രൻ അലീനയോട് സംസാരിക്കുന്നു. അവർ വണ്ടി നിർത്തി ഒരു കടലിൽ തീർത്താൻ തോന്നുന്നു ഇരുന്ന് സംസാരിക്കുവാണ്. അന്നേരം ഒരിക്കൽ ഞാൻ നിന്നോട് ഒരു സ്റ്റാൻലി ജോസഫിനെ പറ്റി പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ എന്ന് ചോദിക്കുന്നു. അന്നേരം അലീന പറയും ഓർമ്മയുണ്ട് എന്ന്. ആ സ്റ്റാൻലി ജോസഫാണ് ആ പ്ലാന്റർ എന്ന് പറയുമ്പോഴേക്കും ഇങ്ങനെ ഞെട്ടി നിൽക്കുവാണ് അലീന. അന്നേരം ബാലേന്ദ്രൻ, ഇപ്പം നിനക്ക് അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലായിട്ടില്ലേ
പറഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നു. അന്നേരം അലീന ഭയങ്കര സങ്കടത്തോടെ ചോദിക്കുവാണ് അച്ഛൻ സ്റ്റാൻലി ജോസഫിനോട് എന്താ പറഞ്ഞത് എന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് നിന്നെ ഏറ്റെടുക്കാമെന്ന് അങ്ങേര് പറഞ്ഞു, അതുകൊണ്ട് അയാളുടെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത് എന്ന് പറയുമ്പം ഇങ്ങനെ തരിച്ച് നിൽക്കുവാണ് അലീന. പോകാമെന്ന് പറഞ്ഞിട്ട് പോലും അവിടെ നിന്ന് അനങ്ങുന്നില്ല. പിന്നെ അലീനയുടെ കൈയും പിടിച്ച് കാറിലേക്കാന്ന് തോന്നുന്നു ബാലേന്ദ്രൻ നടന്നു പോകുന്നതും കാണിക്കുന്നുണ്ട്. ഏതായാലും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കഥ.